ഞാൻ നിൽക്കുന്നത് വയനാട് ശ്രീ സി കേശവൻ സ്മാരക മന്ദിരത്തിൻ്റെ മുമ്പിലാണ്. ഈ സ്മാരക മന്ദിരം കെട്ടിടത്തിൻ്റെ പല ഭാഗങ്ങളും ഇപ്പം തകർന്ന് വീഴാറായിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. കാരണം ഇത് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കുറേയൊക്കെ മെയിൻ്റനൻസൊക്കെ നടത്തി നല്ല രീതിയിലൊക്കെ ആക്കിയിട്ടുണ്ട്. പക്ഷേ അതിന് ശേഷം ഇതൊരു അറ്റകുറ്റപ്പണികളൊന്നും നടക്കുന്നില്ല. ഈ സ്മാരക മന്ദിരത്തിൽ കെട്ടിടത്തിലൊരു IT പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഇവിടെ നൂറുകണക്കിന് ട്രെയിനാണ് ഈ സ്മാരക മന്ദിരത്തിൻ്റെ തൊട്ടടുത്തോടെ പോകുന്നത്. അതിൻ്റെ പ്രകമ്പനം കൊണ്ടാവാം ഇതെല്ലാം പൊളിഞ്ഞു വരുന്നത്. എന്തായാലും അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ ചെയ്തില്ലെങ്കിൽ വലിയൊരു ദുരന്തം തന്നെ വയനാട്ടിൽ സംഭവിച്ചത്. ഇത് കെട്ടിടം പോലെ ഇതിങ്ങനെ കിടക്കുകയാണ്, ഒരു മെയിൻ്റനൻസും ചെയ്യുന്നില്ല. ഇത് വർഷങ്ങൾ കൊണ്ട് ഇതിങ്ങനെ 4 വർഷവും ഇടിഞ്ഞിടിഞ്ഞ് ഒരേ സൈഡ് ഇടിഞ്ഞുകൊണ്ടിരിക്കുക. അതും ഇവിടെ ട്രെയിൻ ഓടുന്ന റെയിൽവേ പാളത്തിൻ്റെ സൈഡിലായതുകൊണ്ട് ട്രെയിനിൻ്റെ പോക്കിൽ ഇത് കുലുങ്ങി അവിടെ ഇളകി ഒരേ സൈഡ് ഇളകി അന്നേരം അത് അടിയന്തരമായിട്ട് ഇത് മെയിൻ്റനൻസ് ചെയ്തില്ലെങ്കിൽ ഇത് ഗുരുതരമാണ്. അത് എന്താണെന്ന് വെച്ചാൽ ഉടൻ തന്നെ ഇത് നടപടി എടുക്കേണ്ടതാണ് ഇതിന്. തൊട്ടടുത്ത് താമസിക്കാൻ ജീവിത ഭാഗ്യം കിട്ടിയ ഒരുവനാണ് ഞാൻ. എൻ്റെ ബന്ധുവും കൂടിയാണ് അദ്ദേഹം. പക്ഷേ ഓരോ നിമിഷവും അത് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നത് കണ്ട് മടുത്തു. ആരും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കാനില്ലേ എന്ന് തോന്നി. ജനാലപ്പടികളെല്ലാം പൊടിഞ്ഞ് താഴെ വീണു. അതിന് അടപ്പുകളൊന്നും ഇല്ലാതെ കിടക്കുകയാണ്. തൊട്ട് മുകളിൽ ആര് വളർന്നു വളരെ മീറ്ററുകളോളം ഉയരത്തിലെത്തിയിട്ട് പോലും ആരും അതിന് നോക്കാനാളില്ല. എനിക്കിത് വല്ലാത്ത വിഷമം തോന്നുകയാണ്. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് ഞാൻ അന്വേഷിക്കുകയാണ്.